മുളപ്പിച്ച ചെറുപയർ വെച്ച് നമുക്കിന്നൊരു അടിപൊളി തോരൻ തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിതാ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടിയതിന് ശേഷം മുളപ്പിച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ മുളപ്പിച്ചതായതുകൊണ്ട് നമ്മളൊരു പച്ചപ്പയർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ അത്രക്കുള്ളൊരു വേവേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മൂടി തുറന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി അതിലേക്ക് ചേർക്കാം. അരിഞ്ഞു വെച്ച ചെറിയുള്ളി, അതുപോലെ കുറച്ച് ക്യാരറ്റ്, പിന്നെ മഷ്റൂം. ഇത്രയും 3 സാധനങ്ങളാണ് എക്സ്ട്രാ അതിൽ ചേർക്കുന്നത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന്, ഇത് മഷ്റൂമൊക്കെ ഇട്ടത് കൊണ്ട് വേവാൻ ആവശ്യത്തിന് കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചിരവിയ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ചേർക്കുമ്പോൾ. ഇത് നമുക്ക് ഊണിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. ഇത് വെറുതെ തന്നെ ഇങ്ങനെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.